ഓണസദ്യയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 5 കറികളുടെ റെസിപ്പീസാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഇത് ഓണം റെസിപ്പീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് തക്കാളി പച്ചടിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ് ഈ തക്കാളി പച്ചടി. ഇതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയിലേക്ക് പച്ചമുളകും ജീരകവും കൂടി ഇട്ടിട്ട് ചതച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാവേ. ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നന്നായി ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവാൻ വേണ്ടി കുറച്ച് നേരം വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടോ. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ. ഞാനിവിടെ മത്തം മാത്രമേ ഉപയോഗിച്ചിട്ടില്ലേ. നമ്മൾ ചിലപ്പോൾ എരിശ്ശേരി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വെള്ളപ്പയറൊക്കെ ഇടാറുണ്ടല്ലോ. ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മത്തനെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. തേങ്ങയിലേക്ക് കുരുമുളകും ജീരകവും കൂടി ഇട്ട് തേങ്ങ അരച്ചും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി മത്തം വെന്തതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ അരപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായി ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് കടുക് വറുക്കാനുണ്ട്. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നപ്പരിപ്പ് കുറച്ച് നിറയെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ഇതേ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി അത് കഴിയുന്ന സമയത്ത് കുറച്ച് നിറയെ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കടുക് വറുക്കുന്ന സമയത്ത് നിറയെ തേങ്ങയും കൂടി ഇട്ടിട്ട് അതൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചെന്ന് വെച്ചാൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടോ. ഓണത്തിന് എന്നും വെക്കുന്ന കറികളല്ലാതെ എന്തെങ്കിലും 1-2 കറിയെങ്കിലും ഡിഫറെൻ്റായി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഞാനിതിന് വെണ്ടയ്ക്ക മീൻകറി എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ മീനൊന്നും ഇടുന്നില്ലേ. ഇത് മീൻ വെക്കുന്ന പോലെ വെക്കുന്നതുകൊണ്ട് ആ പേര് പറയുന്നു എന്ന് മാത്രം. ഇത് അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായി കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് തക്കാളിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റണേ. നമ്മൾ നന്നായി വഴറ്റിയാൽ മാത്രമേ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാവാനായി വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് കൊടംപുളി ഉണ്ടല്ലോ, കുറച്ച് നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്കിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് പിടിച്ച് വെന്ത് കഴിയുന്ന സമയത്ത് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി പോലെ വേണോ കട്ടി പോലെ വേണോ എങ്ങനെ വേണം അതിനനുസരിച്ചിട്ട് അത്ര ക്വാണ്ടിറ്റിയിലുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് ഓലനാണ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടത് ഈ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഓലനാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ അവിടെ എൻ്റെ വീട്ടിലൊക്കെ ഈ മത്തങ്ങ വെച്ചിട്ടാണ് ഈ ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മത്തങ്ങയും പയറും കൂടെ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതൊന്ന് പാതി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി വേവിക്കാൻ വെക്കുക. ഇത് നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്തിട്ടോ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓണം റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ഓണം സദ്യ റെസിപ്പി സീരീസിൽ അടുത്തതായിട്ട് പയർ വെച്ചിട്ടുള്ള ഈ ഒരു ഉപ്പേരിയാണ്. എപ്പോഴും ഉണ്ടാക്കുന്നതിന് വെച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഇനി നമുക്ക് സവാളയോ ചെറിയുള്ളിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചത് വേണേ. അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് അരിഞ്ഞു പോകില്ലേ. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് സെറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള പയറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ശകലം വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട, ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുത്തെന്ന് വെച്ചാൽ നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡിയായേ.